ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമൻറ്റ് കൊണ്ട് ഒരു അടിപൊളി തടിയുടെ മോഡലുള്ള ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം മോൾഡ് ഉണ്ടാക്കുക. 7.5 ഇഞ്ച് വീതിയും 8 ഇഞ്ച് പൊക്കവും ഉള്ള 2 തെർമോകോളിൻ്റെ ഷീറ്റ് എടുക്കുക. അത് കഴിഞ്ഞ് 10 ഇഞ്ച് നീളവും 7.5 ഇഞ്ച് പൊക്കവുമുള്ള മറ്റേ 2 പീസും കൂടി എടുക്കുക. അപ്പം എടുക്കപ്പോഴും കനമുള്ള തെർമോകോൾ 1 ഇഞ്ച് കനമുള്ള തെർമോകോളിൻ്റെ ഷീറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എടുത്തതെല്ലാം കൂടെ ഇനി നമുക്ക് ഒരു ബോക്സായിട്ട് അതിനെ ഒട്ടിച്ച് ചേർക്കാം. ഇപ്പോൾ മോൾഡ് ഉണ്ടാക്കപ്പോഴും ഏതളവിന് വേണോ നമുക്കുണ്ടാക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തേക്കുന്ന പോട്ടിൻ്റെ അളവൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഇതിനകത്ത് വയ്ക്കാൻ വേണ്ടി ഒരു കാർബോർഡിലൊരു ചെറിയൊരു മോൾഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അളവ് ഞാൻ ഇപ്പം വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുണ്ടാക്കുന്ന പോട്ടിന് അതിൻ്റെ സിമൻറ്റ് കനം 1 ഇഞ്ച് 4 സൈഡിൽ നിന്നും കുറച്ച് അതിനകത്ത് എത്ര അളവ് വരുമോ ആ ഒരു അളവിന് മറ്റൊരു ഈ രണ്ടാമത് നമ്മൾ കാർബോർഡിൽ ഉണ്ടാക്കിയ ബോക്സ് കൊണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ സൈഡിൽ നിന്ന് പൊക്കവും 1 ഇഞ്ച് കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിനെ മറ്റൊരു കാർബോർഡിൻ്റെ പീസിലോ അല്ലെങ്കിൽ തെർമോകോൾ ഷീറ്റിൻ്റെ പുറത്തോ ഗ്ലൂ വെച്ച് നമുക്കതിനെ ഉറപ്പിച്ച് നിർത്താം, കറക്റ്റ് ഇളകിപ്പോകാതെ. എന്നിട്ട് വലിയ മോൾഡ് എടുത്ത് നമുക്കതിൻ്റെ അകത്തോട്ട് ഇറക്കിയിട്ട് അതിൻ്റെ ചുറ്റാതെ വലിയ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ഇളകിപ്പോകാത്ത രീതിയിൽ ആ പശ വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഒട്ടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി അകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ചെറിയ മോൾഡിനകത്ത് മണ്ണോ മണലോ എന്തെങ്കിലും നല്ലോണം നിറച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഉണങ്ങിയ മണൽ ഉണ്ടെങ്കിൽ അത് നിറച്ച് കൊടുത്താൽ നമ്മൾ സിമൻറ്റും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ സിമൻറ്റും മണലും എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സിമൻറ്റ് 1 മണൽ 1 എന്നുള്ള അളവിൽ തുല്യ അളവിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം ലൂസാക്കിയിട്ട് നമുക്കതിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം കോരി നല്ല ലൂസിൽ തന്നെ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന വലിയ മോൾഡ് ചിലപ്പം ഇളകിപ്പോകും. അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം വല്ല വള്ളിയോ അല്ലെങ്കിൽ കയറോ കൊണ്ട് ചെറുതായിട്ടൊന്ന് ചുറ്റി കെട്ടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റാത്ത അട വെച്ചാലും മതിയാകും. അതെല്ലാം കഴിഞ്ഞ് ഒരു 10 മണിക്കൂറിന് ശേഷം നമുക്കതിൻ്റെ മുകൾ സൈഡിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റാതെ ചെയ്യുന്ന ആ തെർമോകോളിൻ്റെ ഷീറ്റ് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോട്ടുണ്ടാക്കാൻ സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് ചീത്തയാകാതെ നല്ല ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ ചുറ്റാനുള്ള തെർമോകോളിൻ്റെ ഷീറ്റെല്ലാം ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ചെറുതായിട്ട് എവിടെയെങ്കിലും ചിലപ്പം മുഴകളൊക്കെ കാണും. അതൊന്ന് ചെറിയ ലെവലുള്ള അലുമിനിയം റീപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെവലുള്ള തടി പീസായിരുന്നാലും കൊണ്ട് ഒന്ന് ചുരണ്ടി ഇതിൻ്റെ എല്ലാം ഷേപ്പൊന്ന് വരുത്തുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നല്ലോണം നനച്ച് കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം നമുക്കതിനകത്തുള്ള മോൾഡെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ചെറിയ തടുപ്പും അതിനൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി എംപൈൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റ് നല്ല ഒരു പുട്ടിയുടെ പരുവത്തിൽ നല്ലവണ്ണം വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പുട്ടി ബ്ലേഡോ അല്ലെങ്കിൽ ഫൈബർ ചെറിയ ഷീറ്റോ പ്ലാസ്റ്റിക് ഷീറ്റോ കൊണ്ട് നല്ലവണ്ണം പുട്ടി ഇടുന്നത് പോലെ നമ്മളുണ്ടാക്കുന്ന പോട്ടിൻ്റെ എല്ലാ സൈഡിലും അകത്തെ സൈഡും പുറത്തും അടി സൈഡും മൊത്തത്തിൽ നല്ലവണ്ണം 1-2 ലെയർ പുട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് അതിനടുത്ത് തിരിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അടി സൈഡിൽ 2 സ്റ്റാൻഡും കൂടെ നമുക്ക് ഉണ്ടാക്കണം, 4 ചെറിയ സ്റ്റാൻഡ്. അതിനുവേണ്ടി തെർമോകോളിൻ്റെ ഷീറ്റ് നമുക്ക് ആവശ്യത്തിനുള്ള പൊക്കത്തിന് ഉള്ള 2 പീസ് ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സ്റ്റാൻഡിൻ്റെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് വൈറ്റ് സിമൻറ്റ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അതിന് ചുറ്റാനുള്ള തെർമോകോളിൻ്റെ ഷീറ്റെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിനൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പം ചെറിയ കത്തിയോ മറ്റെന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ട് തടുപ്പും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം നമുക്ക് കട്ട് ചെയ്ത് അതിന് നമ്മൾ പോട്ടിൽ നിന്നും അകത്തോട്ട് നിൽക്കത്തക്ക രീതിയിൽ
ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 24 മണിക്കൂർ നല്ലവണ്ണം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുക. അപ്പോൾ നല്ലവണ്ണം അടിസൈഡ് ഉണങ്ങിയതിന് ശേഷം എംബോയിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മൊത്തത്തിൽ പേപ്പർ ചെയ്ത് നല്ല ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ നല്ലവണ്ണം ഫിനിഷ് ചെയ്ത് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ചെറിയ തടിയുടെ ചെറിയ പലകയുടെ ഷേപ്പിൽ നമുക്ക് ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം. അതിന് ആണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആണി അല്ലെങ്കിൽ മൂർച്ചയുള്ള മറ്റെന്തെങ്കിലും മതിയാകും. അപ്പോൾ ചെറിയ പീസുകളായിട്ട് നിങ്ങൾക്ക് എത്ര ഏത് ഷേപ്പിൽ വേണോ ആ ഒരു ഷേപ്പിൽ അതിനെ നല്ലവണ്ണം കുഴിച്ച് വരച്ചെടുക്കുക. അപ്പോൾ വരയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കുക എടുത്തിരിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ ആക്രിലിക്കിൻ്റെ ടെറാക്കോട്ട, ബെൻസീന, വൈറ്റ് ഈ 3 കളറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ആ പീസിലും ഓരോരോ കളറ് മിക്സ് ചെയ്ത് നമുക്ക് തടിയുടെ ഒരു ഷേപ്പ് പലകയുടെ ഒരു ഷേപ്പ് വരത്തക്ക രീതിയിലുള്ള കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ പെയിൻ്റെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉണങ്ങിയിട്ട് നല്ലവണ്ണം പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാനിഷ് കൊണ്ട് അടിക്കാൻ നേരത്ത് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.